35. എത്രയെത്തി? 34. ആളു കളിക്കല്ല. 34. 36. എത്രയെത്തി? 33. ശ്രദ്ധിക്കണേ. അയ്യോ എത്രാമത്തെയാ? ഇതെത്രയാമത്തെയാ? ഇതെത്ര വായിച്ചേ? 33. തുറസായ സ്ഥലത്തല്ല, എല്ലാ സംവിധാനം ഉണ്ട് പോലും. എഡിറ്റ് ചെയ്യാണ്ട് പോസ്റ്റ് ചെയ്യാ. കുഞ്ഞി 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 ഇപ്പൊ പ്രസവിച്ച കുഞ്ഞി. സൂപ്പർമാൻ പോലെ വരുന്നതാണ്. ആ വരുന്നതാണ് കാണിച്ചു. മേലാണ് കൂടെ അവരോട്ടെ എടുത്തു. എത്രാമത്തെയാ? 32. നിന്റെ വിചാരം എന്താണ്? 31 ആയിരിക്കും അല്ലേ? 31. ഹെയർ പിന്നില്ല, മുടിക്കൊന്ന് വളഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. അത് അതിന്റെ ഇല്ലാന്ന് പറയുന്നത് ഹെയർ പിൻ. ഇല്ല 32 32 പ്രാവശ്യം ഉണ്ട്. ഇതിപ്പോ 5 അങ്ങോട്ട് ആയിട്ട് 32 ടൈംസ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്യണം. നമ്മളിപ്പോ 6 ടൈംസ് ആയിട്ടുള്ളൂ. എന്നും 37 നമ്മളിങ്ങ് മുകളിലെത്തി. ഇപ്പൊ അടുത്തില്ലേ? താഴത്തെ നോക്കുമ്പോ കുന്ന് മുകളിലേനാ. ഇപ്പൊ നമ്മൾ മുകളിലെത്തി. ഏകദേശം അടുത്തെത്താനായില്ലേ? കുന്ന് ചെറുതായിട്ട് വരുന്നുണ്ടാ. നമ്മൾ അടുത്ത മുകളിലെത്തുമ്പോ അതിനെ ചെറുതാവും. ഇതാ ചെറുതായി വരുന്ന അയ്യോ ഇതിലെങ്ങനെ നമ്മൾ കൈ പിടിച്ചേക്കാനാ. ഇതെന്താ നോ സ്പീഡ്. കുരുവിന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനാ. ഇതെത്രാമത്തെയാണ്? എനക്കൊന്നിത് 30 ആണെന്ന്. അതന്നെയാ മാപ്പ് തന്നെയാ. വെൽക്കം യു. എത്രയുണ്ട്? എടുത്തുണ്ടാ? അങ്ങ് ചൂടെടുത്തിട്ട് വയ്യ. ഈ സമയത്ത് എനിക്ക് ചൂടെടുക്കുന്നത് ഫുൾ താക്കണ്ടേ ഉള്ളൂ. ഫുൾ താത്തിട്ട് കുരങ്ങൻ കേറേണ്ട താപ്പ് വേണ്ട. അത് വലിയ കുന്നാണ് അടുത്തത്. കുത്തനെയുള്ളതാണ് അടുത്തത്. ഇത് എത്രാമത്തെ വായിച്ചാ തീയാ? എത്രാമത്തെയാ കാണുന്നത്? കുരങ്ങനൊന്നും ഇല്ല. അനക്കൊന്നത് 29 അറ്റാണ്. 30 29 അറ്റാണ്. അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടോ? ആ ഇതാ 27. 36-ൽ 27 ആയി. ഇനി 26 കയറണം. പേൻ വളവല്ല, ഹെയർ പിൻ വളവ്. 26 കയറി. ഇനി ആ പാറേ ഉള്ളൂ. ഇനി 25 വേണോ? മൈനസ് ചെയ്ത് വരല്ലേ? ചില്ലറയിലുള്ളൂ. 36 27 പോയില്ലേ? ഇനിയിപ്പോ 6 വേണ്ടു. എല്ലാം കൗണ്ട് ഡൗൺ ആണ്. 0ലേക്ക് വരണോ? ഇത് വായിക്ക്. എത്രയുണ്ട്? എത്രാമത്തെ ഇത്? 25.
25. ഇത് 25-ാമത്തത്. ഇനി 24 വളവുണ്ട്. നമ്മളെ മറ്റേ വളവിന് എത്ര ഉണ്ടായിരുന്നു? പാൽച്ചുരം മറ്റേ വളവും കുറച്ചുകൂടി ഒരു ഭംഗി. ഈ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ കാണുമ്പോ വെയിൽ അടിച്ചിട്ടുണ്ടായി ഒരു സ്ഥലം ഉണ്ടായിട്ടില്ലേ? ആ സ്ഥലമായിരിക്കും ചിലപ്പോ ഇത്. നമുക്ക് ആടി എത്തോണ്ട് തോന്നുന്നു. ആടി നല്ല വെയിൽ. ഇനിയിപ്പോ ആ വലിയ ഇത് പാറക്കെട്ടി നോക്കിയേ. ഇത് എത്രാമത്തെ അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടാ? ഇല്ല. അപ്പൊ ഇത് ഹെയർ പിന്നിൽ പെടുന്നില്ല തോന്നുന്നല്ലേ? നല്ല കുഞ്ഞിയായോണ്ടാ, ചെറുതായോണ്ടായിരിക്കും ചിലപ്പോ. ഞങ്ങൾ പേര് വളർന്ന് പോകുന്നില്ല. പേനല്ലേ ഹെയർ പിൻ. ഹെയർ പിൻ ഇങ്ങനെ വളഞ്ഞു വളർന്നു പോകുന്നില്ല. അല്ല, പക്ഷെ മറ്റേ നമ്മുടെ പാൽച്ചുരം കയറുമ്പോ ഉള്ള പോലത്തെ ഒരു അസ്വസ്ഥതയില്ല. തുടക്കത്തിലുണ്ടായിരുന്നു എന്തോ പോലെ. ഇവിടെ ബുൾബുൾസ് എല്ലാം ഉണ്ട്. ബുൾബുളാ ഞാൻ പറക്കുന്ന കണ്ടു. ബുൾബുൾ ബുൾബുൾ പറക്കുന്നില്ല. താഴെ കാണാനുണ്ടാവുക. നമ്മൾ ആടുന്നായിരിക്കില്ല വരുന്നുണ്ടാവുക. നമ്മൾ അങ്ങനെ വന്നേ. ആടുന്നെന്താ നല്ല മണം. മറ്റേ ഇതില്ലേ നമ്മളെ എന്താന്ന് പറയാ, വൈദ്യര കടയിൽ പോയിട്ടുണ്ടാവുന്നത്. എന്താ കുഴമ്പിന്റെ പോലത്തെ മണം. വേണ്ട, നല്ല സുഗന്ധമാണ് അവിടെ ഉണ്ടായത്. ഇനി ആരും തണുപ്പുണ്ട്. ഏസിനെ കട്ടി തണുപ്പുണ്ട്. ഇനി 21-36. കാറ്റിലൂടെ പോകുമ്പോണ്ടല്ലോ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് വന്ന് വൂളൻ കളക്ഷൻസ്, വേൾഡ് റേഞ്ച് ഓഫ് വൂളൻ കളക്ഷൻസ്. ഇവിടെ പുലിയൊന്നും വരില്ല, ഉണ്ടാവൊന്നുമില്ല. നല്ല കിളികളെ ശബ്ദം, കിളിനാദം. മുകളിലെത്തി നമ്മൾ അങ്ങനെ ഇങ്ങനെ മുകളിലാ. പിന്നെ അപ്പൊ ഇത്രയും റിസോർട്ടുകളുണ്ട് പോലും. ചെവി കണ്ടടി എന്റെ പെട്ടെന്ന് ചെവി കാറ്റ് വന്നിട്ട് അടഞ്ഞു പോയി. അവിടെ സ്കൂളെല്ലാം ഉണ്ട്. അതാ കുഞ്ഞിന്റെ അവിടെ സ്കൂളുണ്ട്. സ്കൂളോ ചർച്ചോ എന്തിനാ ഇങ്ങനെ സ്പീഡിൽ വരുന്നത്? സത്യം. ടൈഗറിന്റെ സ്റ്റാച്ചു. വെൽക്കം ടു ടൈഗർ റിസർവ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. പറയില്ലേ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ടൈഗർ വരുമൊന്നുമില്ല. ചിലപ്പോ രാത്രി ഇതിലൂട്ടെല്ലാം പോകുമായിരിക്കും. എന്തോ ചത്ത മണം, എലി ചത്ത മണം, വെച്ച മണം. ഞാൻ എഡിറ്റ് ചെയ്യൂലേ? ഭാഷാശുദ്ധി വേണം, ഭാഷാശുദ്ധി. ഏസിയുടെ പോയി ശരിയായി. അത് വല്ല കുരങ്ങനോ എന്തെങ്കിലും കാട്ടില് ചത്തുപോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കുറച്ച് അമ്മേ. അടുത്തത് അടുത്ത കത്തി. അടുത്തത് ഇതെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഊട്ടിയിലെ രാജക്കന്മാർ എന്തിനോ പിടിക്കാൻ പോന്ന അവനെ എയിം ചെയ്യുന്ന മറ്റേവര്. നോക്കിയോളൂ, നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു നായനെ പോലും കണ്ടിട്ടില്ലല്ലോ. ഇതിലല്ലേ കണ്ടിന്? അപ്പൊ ഈ ഭാഗത്ത് പുലി ഉണ്ടാവില്ല കേട്ടാ. എന്താ പുലി ഉണ്ടെങ്കിൽ രാത്രി വന്നിട്ട് നായനെ പിടിക്കൂലേ? ഈ ഭാഗത്ത് പുലിയില്ല. അപ്പൊ ഈ ഭാഗത്ത് പുലിയില്ല. അപ്പൊ നമ്മള് നേരത്തെ കണ്ട സ്ഥലത്തെല്ലാം നായ്ക്കളില്ലായിരുന്നല്ലോ. അവിടെ പുലിയില്ല. ഇവിടെ അരിപ്പുണ്ട് കേട്ടോ. മാനുണ്ടോ? ആ റോക്കിന്റെ മുകളിലെത്തി നമ്മള്. ചെറുതായിട്ട് പോകുന്ന പോലെയല്ലേ. ഹെയർ പിൻ ഇത് 19. ഹെയർ പിൻ ബാൻഡ് 19. ഇതിപ്പോ നമ്മള് 19ആയി. 19. അപ്പൊ ഇനി 18 എണ്ണം കേറാനുണ്ട്. അപ്പൊ 18 തന്നെ അവിടെ എത്തും. ഇത് ഇവിടെ ഉണ്ട് ഇനി? ഇല്ല. എഴുതിയിട്ടില്ലേ? ഇവിടെ ഇല്ല. ഇത് കണ്ട അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോ സ്പീഡ് കുറക്കാൻ വേണ്ടിട്ട് ആടെ ഇത് പക്ഷെ കയറി നടക്കില്ലല്ലോ.
ചെറുങ്ങനെ ചെവി അടക്കുന്നുണ്ട്. ഇതൊന്നും ഇവരിടുന്ന പരിപാടി നോക്കിയടി ഇവന് ധൈര്യ സമയക്കണ്ടേ. ആടുന്ന് ഒരു അടി തെറ്റിയ ആനയും വീഴും. ആടി വീഴും നോക്കിയ മേലത്തെ മറ്റേ ക്ലൗഡ് നോക്ക്. ക്ലൗഡ് കളിക്കും. ഇത് 17ാമത്തെ ഹെയർ പിൻ ബാൻഡാമത്തെ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഇങ്ങോട്ടേക്കന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്ര മണിക്കൂർ എത്രയാ? ഇവിടെ ഒരു പ്ലാസ്റ്റിക് എനിക്കൊരു 15 ആയിട്ടുണ്ടാവും. നോക്കി മോളെ എന്ത് ഭംഗിയാ. മാളും അവിടെ നോക്ക്. നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്തിടുന്നു. നമ്മൾ അങ്ങനെ കണ്ട കുന്ന് പണ്ട് നമ്മള് ഗുഡല്ലൂരിലെ ബസിയച്ചിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടില്ലേ? എന്നാലും അവര് പറ്റില്ല അങ്ങ് കുന്ന് കാണിച്ചിട്ട് നമ്മള് ഓരോ മുകളിലത്തെ റൂമിലാണ് നിൽക്കുമ്പോ 15 ഇനി 15 ഉണ്ടല്ലേ. ഡിസ്ട്രിക്ട് വലിയ റിസോർട്ട് നിന്നെയാന്ന് പറയുന്നത്. ചെവി അടക്കുന്നുണ്ടാ? ഇപ്പൊ എന്റെ അടവിൽ മാറി. അനക്ക് അടക്കിടക്ക് ഇപ്പൊ ദിയാന്റെ അമ്മ ഉണ്ടെങ്കിലേ ദിയാന്റെ അമ്മേനെ മൊത്തം ചെവിയും പോയത്. ഷാളുകള് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇടയില്. നല്ല നാച്ചുറൽ പ്രദേശത്തിലല്ലേ നല്ല മണം. ഇപ്പൊ എന്താ മോശം അത് പോയിട്ടുണ്ടോ? അത് പോയായിരിക്കും. മനസ്സിലാകുന്നുണ്ടാ സാധാരണ സ്ഥലം പോയി. പക്ഷെ എനിക്ക് ആൾക്കാരെ പ്ലാസ്റ്റിക് ഇറക്കിയോണ്ടാ സീറ്റ് ബെൽറ്റ് ഇടണമെന്നാണ് വണ്ടി ചൂടായി. ആ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് പ്രശ്നമാവും. ബ്രേക്ക് ഇടുമ്പം അപ്പൊ മാട് നേരത്തെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ലേ? അതുപോലെ വന്നിട്ട് ഇടിക്കും. ഹെയർ പിൻ ബിറ്റ് 14 36 14 എണ്ണം. ഇനി 13 എണ്ണം ഉണ്ട്. അതാ കണ്ട വീടിലെ മാനുണ്ട് കേട്ടാ. അരിപ്പ് ഉത്രപ്പാഴാന്ന് ഹെയർ പിൻ ബെൻഡ് 13. ഇനി 13. നമ്മളെ വീട്ടില് ഇതുണ്ട് അരിപ്പുണ്ട്. പക്ഷെ ആടെ മാനുണ്ടാവില്ല. ആടെ ആടുണ്ടല്ലോ. ആടുണ്ട്. ചെമ്പരത്തിയാണത്. ചെമ്പരത്തി വെള്ള കളർ. ഹെയർ പിൻ 36 12. ആരാണ് ഈ ഓൺ അടിക്കുന്ന കുന്നിന്റെ മുകളിൽ? ടാക്സി അല്ല KL86. ഇനി അങ്ങോട്ട് നോക്കിയേ നമ്മള് അപ്പൊ എന്റെ ചെവി നല്ലോണം അടച്ചു. അയ്യമ്മ പോയി. എന്റെ പടച്ചു. ഇനി 14 വളവ്. അടുത്തത് 12 10 11 ഈ വേലല്ലേ നല്ലത്. 11 ഉണ്ട്. 11 ഹെയർ പിൻ ബെൻഡ്. നോക്കിയേ ആ കുന്നിന്റെ മുകളിലെത്തണം. നമുക്ക് ഗ്ലാസ് ഓപ്പൺ വേണ്ട. ആ ക്ലൗഡ്സിനെ നോക്കടി. ആ ക്ലൗഡ്സ് ആണ് ഇതാ മാളു. ആ ക്ലൗഡ് നോക്ക്. നമ്മള് വരഞ്ഞിട്ട് കണ്ടാ കളിച്ചടിച്ച് നല്ല ഭംഗിട്ട് കാണാൻ. ഇതാ സൺഗ്ലാസ് ഇട്ടാ മതി. നെവർ ഓവർ അറ്റ് ലൈൻ കർവ്സ്. അതായത് സൺഗ്ലാസ് ഇട്ടത് ഇത് എത്രാമത്തെയാ? ഇത് കുത്തനെയുള്ളതാ. 10. ഇനി 9. നെക്സ്റ്റ് 9 ഉണ്ടോ? 9 36 9 ഉള്ളു. ഇനി ഇത് നോക്കിയാൽ എനിക്ക് നല്ല ഭംഗിയായിട്ട് അവിടെ കയറിയ ക്ലൗഡിനെ എത്തിപ്പിടിക്കാം. ഗ്ലാസ് ഓർമ്മ ടെമ്പിളൊക്കെ ഉണ്ട്. ഈ ഗ്ലാസ് ഇട്ടിട്ട് ഗ്ലാസ് പറഞ്ഞല്ലോ. ചിലപ്പോ മണ്ണൽപ്പൊടി ഇല്ലേ? മഞ്ഞള് മഞ്ഞളായനെ പതുക്കെ കുറച്ച് പതുക്കെ. അത് ആ സ്ഥലം നോക്കി ഒരു സിറ്റി പോലെ. സിറ്റി തന്നെയാ അത്. സിറ്റിയാ നാച്ചുറൽ സിറ്റി ആവുന്നു.
വില്ലേജിലെല്ലാം പോലത്തെ പലതരത്തിലുള്ള കാടിൻ്റെ അടുത്തുള്ള സ്മെല്ല് നോക്കിയാൽ അതാണ് കാടിന്റെ മലനിരങ്ങളുടെ ഒച്ചയോ ഇവിടെ എക്കോ ഒന്നും ഉണ്ടാവില്ലടി. എക്കോ ഉള്ള ഹെയർപിൻ ബെൻഡ് പിന്നെ അല്ലാണ്ട് നമ്മള് പറഞ്ഞെല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെ നോക്കും അല്ലേ. എക്കോ പ്ലേസ് എവിടെയാ മുത്തേ? ഇവിടുന്ന് അലറിയാ മതി. മുകളിൽ നിൽക്കുക കേൾക്കുന്നില്ല എടി. നല്ല ഇതേപോലത്തെ പ്ലേസ് ഒക്കെ വേണം എടി. മിണ്ടാണ്ട് കുന്ന് കുന്ന് നോക്കടി റൈറ്റ് സൈഡ്. ഭയങ്കര ഇഷ്ടായി. സനീകോ ഗ്ലാസ് താത്തിക്കോ ഗ്ലാസ് തക്കറങ്ങളത് ഇതല്ലേ ഏസിനെ കെട്ടി ബെറ്റർ ഇതല്ലേ. സത്യം ഞാനതിൽ കണ്ട ഇത് വെയിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പൊ നിനക്ക്. ഈ വെയിലൊക്കെ അല്ലേ. എടി ഇവിടെ സ്പീഡ് പോകാൻ പറ്റില്ല മോളൂ. നമ്മൾ നേരെ പോന്ന ഇതിന് സ്പീഡ് പോകണ്ട വെറുതെ നമ്മള് കണ്ട ഇതേപോലെ എത്തിയോ? അതൊക്കെ അമ്പലം. നോക്കിയ മോള് മൈന എന്തൊക്കെയാ പറയുന്നത്? ഈ പ്രദേശം എത്ര എത്തി? എട്ടിലായില്ലേ? ഇനി ആറായിട്ടു തോന്നുന്നു. ആറാറ്റായി തോന്നുന്നു. ഹാസൽലാൻഡ് ഡീലക്സ് റൂംസ്. കാണുന്നില്ല. നോക്കിയതാ ഇപ്പഴത്തെ ചർച്ച് ഇതാ. ഇനി 9 കിലോമീറ്റർ ഉണ്ടല്ലോ ഇന്ന് നമ്മള് കുട്ടിയിലേക്കാ ഇതൊരു സ്ഥലം. ഇപ്പൊ എത്ര ടൈമായി? 21 മിനിറ്റ് 9 ഇത് കിലോമീറ്റർ. ഊട്ടി ടൗണിലേക്ക് എത്തുവാനായിരിക്കും. നമ്മള് 4:28 4:28 നമ്മളെ സ്ഥലം എവിടെയാന്ന് മാർക്ക് ചെയ്യാൻ വിളിക്കണോ? അത് നോക്കണം. ഇതെനിക്ക് തോന്നിയത് വില്ലേജസ് ആണെന്ന് തോന്നുന്നു. കണ്ട എനിക്ക് ഇങ്ങനത്തെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമാളൂ. ഇഷ്ടം അല്ലേ? എന്താ തണുപ്പ് മാളു. അരക്ക് ചൂടാണ്. വെയിലടിക്കും. നമ്മള് അവിടെ ഇപ്പൊ ഇത് ഫുൾ മഞ്ഞും പോലെ മൂടി. ഹോട്ടൽ നഹറ സനിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതേപോലത്തെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം. ഇതേപോലത്തെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം. 2 ദിവസത്തേക്കല്ലേ? 2 ദിവസത്തേക്കൊന്നല്ല. നമ്മൾ ഈ നാട്ടുകാരാണെങ്കിൽ ഇങ്ങനത്തെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം. ദിയാനെ ഇടാ ബോർഡിങ്ങിലേക്ക് ഉണ്ടാക്കുക. സ്ഥലത്ത് അയ്യോ ഞാനില്ല. ഇത് പൈനിന്റെ മണം. ഇതല്ലേ മറ്റേ യൂക്കാലിപ്സിന്റെ മണാണ് കേട്ടോ. അതെന്ത് യൂക്കാലിപ്സ്? നമ്മള് ഇവിടെ വയനാട്ടിൽ ഒരു ചെടി തന്നിട്ടില്ലേ കൊണ്ടുവന്നിട്ടില്ലേ? അതന്നെ ഈ കാണുന്ന ഈ സംഭവം ഇല്ലേ അതാ അത് യൂക്കാലി. ഇതാ ആ മരം കണ്ട അതിന്റെ ഇലന്റെ സ്മെൽ. അതിനെ കൊണ്ടാണ് യൂക്കാലി തൈലാക്കുന്നത്. എന്നിട്ടാണോ ആൾക്കാർ എല്ലാരും ഇതാ അതാ ഇവിടെ നിന്ന് ഹോൺ അടിക്കുന്നത് ശരിക്കും. ഇവിടുത്തെ കാലാവസ്ഥയില്ലേ എപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. നമുക്കിത് അവിടെ എത്തേണ്ടത് ആ സിറ്റിയിലേക്കാ. ഒരു സിറ്റി ആണെന്നൊന്നും പറയില്ല. പക്ഷെ ഒരു വില്ലേജ് പോലെ ഉണ്ടല്ലേ. എടി മാ എനിക്കത് കണ്ടിട്ട് സിറ്റി പോലെ ചെടികൾ ഇത് വെച്ച് പിടിച്ചില്ല. എന്തോ കൃഷികളല്ലായിരുന്നു. കൃഷിക്ക് വേണ്ടി നിലവരിക്കും. ഞാൻ വെള്ളത്തിന്റെ ലൈൻ കണ്ടാ അതിലോട്ട് വെള്ളം കടത്തി വിടും. എന്നിട്ട് കുറച്ച് അതിന് ഓട്ടയുണ്ടാവും പൈപ്പിന് ചെറിയ ചെറിയ. അപ്പൊ വീട്ടിലെന്താ മറ്റേ ഇതുണ്ടാവുക കുഴൽക്കിണറാ? പാറയുന്നുള്ള വെള്ളവും കിട്ടൂല. പാറയും 5:36. ഇനി ഇത് കഴിഞ്ഞ 4. അടുത്ത ഹെയർ സ്ട്രിപ്പില് അടുത്ത ബ്രേക്ക് വെറുതെ ഇതാക്കല്ല.
ഇതിനകത്തുണ്ട് ഇനി 4. അടച്ച് വെക്കാൻ പറ്റുമോ? ചായ കുടിക്കാൻ പറ്റുമോ? ചായ കുടിച്ചാ താഴെ താഴെ നോക്ക്. ചായ കുടിക്കാൻ വെച്ചാൽ വണ്ടി കൊള്ളുവോ? വണ്ടി വെക്കാൻ പറ്റുമോ? ഇതാടെ സ്ഥലം ഉണ്ട്, പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതാ. അങ്ങോട്ട് ആൾക്കാരില്ല. ആവശ്യമായിട്ട് അവിടെ കൊണ്ട് താത്തല്ലേ. അവരവിടുന്ന് പിന്നെ അവിടെ നിർത്തിയിട്ടാണ്. തിരിച്ചു വെച്ചോ. ചളി ചളി ഉണ്ടേ, അങ്ങോട്ട് നല്ല സ്ലിപ്പാവും. സൂക്ഷിക്കണേ, അതിന്റെ അപ്പുറത്ത് ക്രോസ് അവിടെ ചളി ഉണ്ട് മാളു, അങ്ങോട്ട് പോണ്ട. ക്രോസ് ചെയ്യണ്ട മാളുകുട്ടാ, മാളുകുട്ടാ കുറച്ച് ബാക്ക് കൊടുത്തത് അങ്ങോട്ട് വീഡിയോ എടുക്കാം. ഈ ഫോൺ പിടിച്ചതിയാ? അല്ല പഴയത്. വഴുക്കുന്നുണ്ടേ, വഴുക്കുന്നുണ്ട്. അങ്ങോട്ട് പോണ്ട. ഇനി നമുക്കിത് അവിടെ എത്തണം. ആ അങ്ങ് കണ്ട ആ സ്ഥലത്ത് അവിടെ. ഈ സ്ഥലത്തൊന്നും എടുക്കരുത്. ബാ നമ്മളെ ഹോട്ടലിൽ. അപ്പോൾ നമുക്ക് ഇത് ഇടന്ന് ഇതാക്കാം അല്ലേ, സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അടുത്ത വീട്ടിൽ, കാരണം ഇവിടെ ഇപ്പം ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് നിർത്തണ്ട. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് അഥവാ ചിലപ്പോൾ ഇത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ കട്ടാവും. അമ്മേ വെയിൽ നോക്കി നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം എനിക്കെല്ലാം പച്ചപ്പ് നിറഞ്ഞിട്ടാണ്ടാ. കുറച്ച് ഇങ്ങോട്ട് നിന്നാ വേണ്ട, ബൈക്ക് വന്ന് പേടിയാന്ന്. നമ്മളെ കൊടുത്തൊന്ന് കുറച്ച് നോക്കി കൊടുത്ത റോക്കിങ് അടുത്തെത്തി. എത്ര റിസോർട്ട്സ്. ഇഞ്ചി മിഠായി ഞാൻ നേരത്തെ തിന്നതാ, ഇപ്പൊ എനിക്ക് തിന്നണമെന്ന് തോന്നില്ല. കാലല്ല, ആ ചെറിയ സമയത്തുള്ള വെയിലില്ലേ, കാരണം ഇവിടുന്ന് ക്ലിയർ ആയിട്ടുള്ള ഇതല്ലേ. അവരല്ല അവിടെ നിന്നിട്ട് കണ്ടിന്യൂ രണ്ടാളും. വീണ്ടും കാലാവസ്ഥ മാറി. ആ സാറില്ല സാറില്ല. ഓ ഞാനും ആദ്യമായിട്ട് കാണുന്ന കുന്നിന് മുകളിലെ ഊട്ടി ഞാൻ ആദ്യമായിട്ട് വിചാരിക്കുന്നു. താണ സ്ഥലത്തൊരു തണുപ്പുള്ള സ്ഥലമായിരിക്കും. താണ സ്ഥലത്ത് എങ്ങനെ തണുപ്പുണ്ടാവുക? പക്ഷെ അന്നേരം ഫ്ലവർ ഷോ നടക്കുമോ? ഉയരം കൂടും തോറും അല്ലേ തണുപ്പ് വരുക. ഇതിനിപ്പൊ ഒരു ഫ്ലാറ്റ് ആയ സ്ഥലത്തെത്തി കുന്ന് കയറിയിട്ട്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. ഈ ഒരു പറഞ്ഞാല് ഇതൊരു ടൗണാണ്. ഈ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ളോട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ലേക്ക്, ഗാർഡൻ, പൈൻ ഫോറസ്റ്റ്, അങ്ങനെയല്ല ഉള്ളത്. അതല്ല കേറ്റാ ക്യാരറ്റ്. നീ ഇപ്പം മോയലായി പോയാ? നല്ല ഇഷ്ടം നാടൻ ക്യാരറ്റ്. നമുക്ക് റൂം കണ്ടുപിടിച്ചിട്ട് നോക്കണം. മാളക്കുട്ട നോക്ക്, അറിയാടി നമുക്ക്. മാളു ഈ ഇരുട് നോക്കിയടി, നീ ഈ ഇരുട്ടാ ശരിക്കും വേണ്ട. ഈ ഇരുടും നല്ല മഴയാണ്. ഈ ഇരുടേ ശരിക്കും വേണ്ടേ? ശരിക്കും ഇതൊരു ഗുണാക്കിയതിന്റെ ആയിട്ടില്ലേ? ഇത് കാടില്ലാതെ പറഞ്ഞിട്ട് നമ്മള് കൊടൈക്കനാലിലെത്തിയപ്പോ കൊടൈക്കനാൽ സിനിമ കാണുമ്പോ ഇതേപോലത്തെ സ്ഥലം ഉണ്ടായിട്ടില്ലേ ഗുണാക്കേവിന്റെ അകത്ത്. അമ്മ ഈ ലോകം മൊത്തം വൈറ്റ് അല്ലോ, എല്ലാ സ്ഥലത്തും വൈറ്റ് കാറേ ഉള്ളൂ, ബ്ലാക്ക് കാറൊന്നും ഇല്ലല്ലോ. എവിടെ? ഇത് വൈറ്റ് കാറേ മാത്രമേ വരുന്നുള്ളൂ ഈ ലോകത്തിലാ. അതെന്താന്നറിയാ,
ഇപ്പൊ എല്ലാം ബ്ലാക്ക് അല്ലേ? ഇതാ വൈറ്റ്. എല്ലാം ബ്ലാക്ക്, ഇതെല്ലാം ബ്ലാക്ക്. നമ്മളെ നമ്മളെ ബ്ലാക്ക്, അത് മുന്നിൽ ബ്ലാക്ക് ബ്ലാക്ക് അല്ല. അതാ. പിന്നെ അത് അവിടെ നിർത്തിയത് അമ്പാടി, അത് ബ്ലാക്ക്. അമ്പാടി ബസ് ബ്ലാക്ക്. ബ്ലാക്ക്, കാർ ബ്ലാക്ക്. ഇതാ ഒരു കപ്പളം. അതാരിങ്ങനെ ഓണടിക്കുന്നത്? അതാ നോക്ക് ബ്ലാക്ക്, വൈറ്റ്. അത് ടാക്സി. ടാക്സി ആയതുകൊണ്ട് അവർ വൈറ്റ് എടുത്തായിരിക്കും. എന്നാലും വൈറ്റ് ടാക്സി വൈറ്റ് ആയിരിക്കും. വൈറ്റ് ടാക്സി മൊത്തം. എന്റെ പൊന്നേ. ഈ ഗ്ലാസ് താത്ത നല്ല ഇതുണ്ടാവും. സത്യം നീ പറയുന്നു, മറിച്ചു. ഈ ലോകം മൊത്തം വൈറ്റേ ഉള്ളൂ. അതാടി മുമ്പിലുള്ള നോക്ക് വൈറ്റ്. മറ്റേ ഇതിന്റെ മണം എന്താണ്? യൂക്കാലിപ്സിന്റെ മണം. Girl and Andy is also good. ഈ വൈറ്റ് മുതൽ നോക്കൂ നോക്കൂ അവിടെ നോക്കൂ. അപ്പൊ ഊട്ടിക്ക് പറയുന്ന പേരാണ് ക്യൂൻ ഓഫ് ഹിൽസ്. എന്താ മണം? അന്ന് മയില അതാ 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 കിനിക്കൊഴിയാ. കോഴിയാ. കിനിക്കൊഴിയും കുഞ്ഞുങ്ങളും. അത് പൈൻ ഫോറസ്റ്റ്. ഹോസിന്റെ ചാണകമാണ്, കുതിര ചാണകം. കുതിര ഉണ്ട്, അത് പോയി തോന്നുന്നു. മഴ പെയ്തിനല്ലേ അത്? അതൊരു ഡോള് വീണ് പോയതാ. ഇടയ്ക്ക് വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ഇങ്ങനെ മണക്കില്ല. വീടുകൾ നോക്കിയേ. ലെഫ്റ്റ് In സൈഡ് 300 meters, at the roundabout, continue straight to stay on National Highway 181. ലെഫ്റ്റ് സൈഡ് നോക്കിയേ. നമുക്ക് റൂം കണ്ടുപിടിച്ചിട്ട് വാങ്ങിക്കാം മോളെ. ഇതിലേക്ക് നമുക്ക് റൂം കിട്ടില്ല. റൂമിൽ എത്തക്കിട പിന്നെ റൂം കിട്ടുന്നുണ്ടാവില്ല. റോട്ടിൽ കിടക്കുന്നത് ആനനെ കണ്ടിട്ട് സ്റ്റാച്ചു ആണ്. എന്നാലും എന്നാ പ്രശ്നോ? അങ്ങോട്ടാ പോണ്ടത്. അച്ഛാ അത് നാടൻ ഫ്രഷ്, ഒരു വൈറ്റ് കളറും ഇല്ല. ഇത് തണുപ്പ് തണുപ്പ്. ഒരിക്കലും പൂട്ടണ്ട, പൂട്ടണ്ടമ്മേ. നല്ല തണുപ്പ് മോളെ, തണുപ്പ് ഇത്. ഊട്ടിയിലെത്തായി, ശരിക്കും ഊട്ടിയിലെത്തി കഴിഞ്ഞു. പൈൻ ഫോറസ്റ്റ്. പൈൻമരങ്ങൾ കണ്ടോ നമ്മളെ? മൗണ്ടൻ കോഫി. നമ്മള് കണ്ണൂർ ഡിസ്ട്രിക്ട് തന്നെ പറയുന്നില്ലേ ദിയ? കണ്ണൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് പോലെ ഇത് നീലഗിരി ഡിസ്ട്രിക്ട് ആണ്. നമ്മള് ഊട്ടി എത്തിയിട്ടില്ല. കോട്ടൺസ്. ഇത് ഊട്ടി തന്നെയാണ്. ഊട്ടി എത്തിയല്ലേ? അപ്പൊ നമുക്കിനി എവിടെ എത്തണ്ടേ? നമുക്ക് കോട്ടേജ് റോയൽ. നമുക്ക് എവിടെ എത്തണ്ടേ? നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ കിട്ടിക്കഴിഞ്ഞാല് അവരെടുക്കുന്ന നമുക്ക് അറിയാൻ പറ്റും എവിടെയല്ല പോകേണ്ടത്. അവരുടെയൊക്കെ മാപ്പുകൾ ഉണ്ടാവും. ലൈവ് അല്ലപ്പാ. ഇതൊന്ന് ക്ലേ മാർട്ട് കണ്ട മാളു ഹോട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്നാണ് ഊട്ടി ക്ലേ മാർട്ട്. നമുക്കിനി എങ്ങോട്ടൊക്കെ വേണ്ടേ? ഊട്ടി നേരെയാണ്. അവിടെ സൈഡിൽ ഊട്ടിയിലുണ്ട്. കോയമ്പത്തൂർ ടൗൺ ഏകദേശം. നോക്കിട്ടെ റൈറ്റ് സൈഡ് നോക്കോക്കളെ. കുന്നിന്റെ മുകളിൽ
ടൗൺഷിപ്പ് അല്ലേ, ഊട്ടി ടൗൺഷിപ്പ്. മേഘം നോക്കിയേ. എടി, നല്ല സിറ്റി, വെരി ഗുഡ് പ്ലേസ്. മഴക്കാറ് നോക്കിയേ, നല്ല മഴ പെയ്യുന്നു രാത്രി. ഇവിടെ ആ ലോഡ് നോക്കിയേ.